സിനിമയായിരുന്നു? നല്ല മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? ഫണ്ണായിരുന്നോ മൊത്തം? ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. നല്ല എന്താ പറയുക, ഒരു സ്കൈഫൈ ഫാൻറ്റസി സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. എല്ലാവരുടെയും ക്യാരക്ടേഴ്സും ഭയങ്കര രസമായിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെ കണ്ടിരിക്കണം നമ്മൾ? ആ വേൾഡിൽ എൻ്റർ ആവുമോ ആ ഒരു രീതിയിൽ? ഡെഫിനറ്റ്ലി എനിക്കങ്ങനെ ഫീൽ ആയി. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അങ്ങനെ ഫീൽ ആവുമെന്ന് വിചാരിക്കുന്നു. ജെൻസിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫാന്റസി ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. ന്യൂജൻ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന. അതെ, താങ്ക് യു. നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമസ്കാരം. ടൈഗർ തമ്പി അജു പൊളിച്ചിട്ടുണ്ട്. ഹിലേരിയസ്, എൻജോയ് ചെയ്തു. ഏലിയൻ സ്റ്റോറിയാണ്. ഭയങ്കര ഫൺ റൈഡായിട്ടാണ്. ഒരു ഭയങ്കര ഗൗരവമുള്ള സിനിമയല്ല, ഭയങ്കര ചിരിപ്പിക്കുന്ന ഹിലേരിയസ് ആയിട്ടുള്ള കുറേ ചിരിപ്പിക്കുന്ന മൊമെൻറ്റ്സ് ഉള്ള ലവ്ഡ് ഇറ്റ്. ആദ്യം ഇത് ഡയറക്റ്റ് ചെയ്തത് ഭയങ്കര രസമായിട്ട് ഒത്തിരി എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. ഫൺ ടു വാച്ച്. ഒത്തിരി രസകരമായ മൊമെൻറ്റ്സ്, നല്ല രസമുള്ള പെർഫോമൻസ്. ടൈഗർ തന്നെയാണെങ്കിലും അൽത്താഫിൻ്റെ ക്യാരക്ടർ, നീരജിൻ്റെ ക്യാരക്ടർ, ആർഷ, എല്ലാവരും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ തിയേറ്ററിൽ തന്നെ കണ്ടു. നല്ല രസമുണ്ട്. ഭയങ്കര ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. കുറേ എൻജോയ് ചെയ്ത്, കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സിനിമയാണ്. കുറേ വെഞ്ചേഴ്സ് റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രസമുണ്ട്. മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഭയങ്കര ഫൺ പടം. ഫണ്ണിൽ മേക്ക് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ഹൈ ഒക്കെ തരുന്നൊരു സിനിമ. നല്ല പടമാണ്. ഒരു ഏലിയൻ കോൺസെപ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? മലയാളത്തിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇതുവരെ വരാത്തത് കൊണ്ട് തന്നെ ഒരു ത്രില്ലിംഗ് ആണ്. പിന്നെ ആദ്യത്തിൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. സുബിനന്റെ കോമഡി അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കൊണ്ട് വർഷയാണെങ്കിലും എല്ലാവരും നിഹാലും ഒക്കെ അടിപൊളിയാണ്. ആ വേൾഡിലോട്ട് പോകില്ല, ആ വേൾഡ് നമ്മുടെ ഇങ്ങോട്ട് വരുവാണ്. സോ ഇതൊരു കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ഇല്ല, അങ്ങനെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാം. ശരി, താങ്ക് യു. എനിക്ക് പ്ലൂട്ടോ ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും ഞാൻ എൻജോയ് ചെയ്തു. ബിക്കോസ് യൂഷ്വലി ഫാൻറ്റസി അത്രയും ഞാനിങ്ങനെ ട്രെയിലറും പോസ്റ്ററൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷെ എനിക്കിഷ്ടാവുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് കണ്ടു കഴിഞ്ഞ് ഇറ്റ് വാസ് സോ സ്റ്റൈലിഷ്ലി ഷോട്ട്. മ്യൂസിക് ആയിക്കോട്ടെ, ശരിക്കും ഒരു മലയാളം മൂവി പോലെ തോന്നിയില്ല. അത്രയും ക്ലാസ്സും അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഓണസ്റ്റ്ലി നീരജും അർഷ, അൽത്താഫ്, അജു ചേട്ടൻ ഇവരൊക്കെ ഓരോ കമ്പീറ്റ് ചെയ്ത് അഭിനയിക്കുകയായിരുന്നു. സോ ഇറ്റ് വാസ് സോ നൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആസ് എ കൊളീഗ്. ഇവർക്ക് എല്ലാവർക്കും ഇതൊരു അടിപൊളി പടമാവട്ടെ, നല്ല കളക്ഷൻ വരട്ടെ. സോ ഐ ഹോപ്പ് എവറിബഡി എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. OTT-യിൽ കണ്ട അത്ര വർക്ക് ആവില്ലായിരിക്കും. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. സോ യാ, താങ്ക് യു. എന്റർടൈനറാണ്, കോമഡി ഉണ്ട്, എല്ലാവരും കാണേണ്ട സിനിമ. അതെ അതെ, ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. അല്ലേ വന്നിട്ടുണ്ട്, പക്ഷെ നല്ലതാണ് ഇത് കണ്ടുപിടിക്കേണ്ട. യെസ് തീർച്ചയായും കുറേ ഉണ്ട് ചിരിക്കാനൊക്കെ. വെറൈറ്റി മോഡിലാണോ പടം? യെസ് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നല്ല രസമുണ്ട്. ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അതെ, ഏലിയൻ സ്റ്റോറിയാണ്. മലയാളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്. നല്ലതായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. പുതിയൊരു എല്ലാവരും ഒന്നൊന്ന് കണ്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്താലേ അതിൻ്റെ ഒരു രസം മനസ്സിലാവും. ഗ്രാഫിക്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു. നല്ല പടമാണ്. നല്ല എൻ്റർടൈനർ ആണ്. കുറേ കോമഡി ഉണ്ട്, നല്ല ആക്ഷൻസ് ഉണ്ട്, സോങ്സ് ഉണ്ട്. സോ നല്ല സക്സസ് ആയിരിക്കും. മുമ്പ് വരാത്ത കോൺസെപ്റ്റ് തന്നെയാണ്. ആ കോൺസെപ്റ്റിൽ ആക്ച്വലി ഇപ്പോൾ ഇതിലെ കുറേ ഗ്രാഫിക്സും സാധനങ്ങളൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പം ഇത് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് ആയിരിക്കും. നല്ല പടം, നല്ല എൻ്റർടൈനിങ് ആണ്, നല്ല കോമഡി ഉണ്ട്, നന്നായിട്ടുണ്ട്. മോഡേൺ വേൾഡൊക്കെ ചെയ്തേക്കുന്ന സൂപ്പർ ഹീറോ സെറ്റപ്പ് ഒക്കെയാണ്. അതെ, നല്ല സിനിമയായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ് സിനിമ. ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റാണ്, അതേപോലെ തന്നെ ഒരു വേൾഡൊക്കെ ആണല്ലോ. അതെ, ഇഷ്ടമായി. ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. നല്ല രസം. എങ്ങനത്തെ ഒരു സിനിമയാണ് കാണാൻ? എനിക്ക് തോന്നുന്നു നമ്മളെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പം അവർ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന് തോന്നി. അതെ, ഒരു കോമിക് വായിക്കുന്ന പോലെ, ഒരു കാർട്ടൂൺ കാണുന്ന പോലെ തോന്നി. എനിക്കിഷ്ടമായി. നല്ല കുറേ ചിരിച്ചു ഞാൻ. അതെ, ഫണ്ണാണ്.
നല്ല പടമാണ്. ഒരു ഏലിയൻ കോൺസെപ്റ്റ് ഒക്കെ ആണല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ഇത്? മലയാളത്തിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇതുവരെ വരാത്തത് കൊണ്ട് തന്നെ ഒരു ത്രില്ലിംഗ് ആണ്. പിന്നെ ആദ്യത്തിന്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്, സുബിനന്റെ കോമഡി അടിപൊളിയായിട്ടുണ്ട്, എല്ലാം കൊണ്ടും വർഷയാണെങ്കിലും എല്ലാവരും നിഹാലും ഒക്കെ അടിപൊളിയാണ്.